ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഓട്സ് സ്മൂത്തിയാണ് കേട്ടോ. വെയിറ്റ് ലോസ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്നിട്ട് ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓള് മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. ഓള് പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. നമ്മുടെ ഈ ഓട്സ് സ്മൂത്തി തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഓട്സ് ആണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ റോൾഡ് ഓട്സ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1/4 കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ചെറിയൊരു ബൗളിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് കുതിർക്കാൻ വേണ്ടി വെക്കാം. ഒരു 15 മിനിറ്റോളമെങ്കിലും നമ്മൾ നല്ലപോലെ ഒന്ന് കുതിർത്തെടുക്കണം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് അളവിലാണ് ഇതിലേക്ക് വെള്ളം ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് നല്ലതുപോലെ ഒരു 15 മിനിറ്റ് ഇരുന്ന് കുതിർന്ന് കിട്ടട്ടെ. ഈ ഒരു സമയം കൂടെ തന്നെ പിന്നെ നമ്മൾ കുതിർക്കാൻ ഇടേണ്ടതാണ്. ഇതുപോലെ 1 ടീസ്പൂൺ അളവിൽ, 1 ടീസ്പൂൺ നിറയെ തന്നെ എടുത്തിട്ടുണ്ട് ചിയാ സീഡും കൂടി. അപ്പോൾ നമ്മുടെ ഈ ചിയാ സീഡും വെയിറ്റ് ലോസിന് ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുതിർക്കാൻ വേണ്ടി വെക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ. അതായത് 1 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തേക്കണം. കാരണം ഇത് 1 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നല്ല കട്ടയായിട്ടായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ ലൈറ്റായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതായത് ഇപ്പോൾ നമ്മൾ കുതിർക്കാൻ വെച്ചിട്ട് ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നല്ലതുപോലെ ഇതൊന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്ക് വേണം നമ്മുടെ ഈ റോൾഡ് ഓട്സ് കിട്ടാനായിട്ട്. ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്ക് നേരെ തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഓട്സ് കുതിർക്കാൻ വേണ്ടി വെച്ചിരുന്ന ആ ഒരു വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. നമ്മൾ ഇതുപോലെ പ്ലെയിൻ വാട്ടർ ചേർക്കുന്നതിന് പകരം നമുക്ക് ഇതിലേക്ക് സ്കിംഡ് മിൽക്ക് ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സെസമി മിൽക്ക് ചേർക്കാം, അതും അല്ലാന്നുണ്ടെങ്കിൽ ആൽമണ്ട് മിൽക്കും ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു ആപ്പിളും കൂടി. അപ്പോൾ മീഡിയം സൈസിലുള്ള ഒരു ആപ്പിൾ ഞാൻ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർക്കാം. പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 2 ഡേറ്റ്സും കൂടിയാണ്. അപ്പോൾ 2 എണ്ണം എടുത്തിട്ടുള്ളൂ. ഇച്ചിരി സോഫ്റ്റ് ആയിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. ഇച്ചിരി നല്ല ഹാർഡായിട്ടുള്ള ഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സമയം, അതായത് നമ്മൾ ഓട്സ് കുതിർക്കാൻ വെച്ചിരുന്ന ആ ഒരു സമയത്ത് തന്നെ കുറച്ച് വെള്ളത്തിൽ ഈ ഡേറ്റ്സും കൂടി ഒന്ന് കുതിരാൻ വേണ്ടി വെക്കണം കേട്ടോ. അപ്പോൾ ഇത് ഇച്ചിരി സോഫ്റ്റ് ആയതിൻ്റെ പേരിൽ ഞാൻ അങ്ങനെ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടില്ല. 2 എണ്ണമാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ 1 ടേബിൾ സ്പൂൺ അളവിൽ ഫ്ലാക്സ് സീഡും കൂടി കേട്ടോ. അതായത് നമ്മുടെ ഈ ഡയറ്റ്സിലേക്ക് നമുക്ക് മസ്റ്റായിട്ട് ഉൾപ്പെടുത്തേണ്ട ഒന്നാണ്. വെയിറ്റ് ലോസിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ ഈ ഫ്ലാക്സ് സീഡ്. 1 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു പിഞ്ചളവിൽ കറുവാപ്പട്ട പൊടിച്ചതും കൂടി. അപ്പോൾ ഈ സിന്നമൺ പൗഡർ ഒരല്പം മാത്രം മതിയാവും കേട്ടോ. ഒരേ ഒരു പിഞ്ചളവിൽ മതിയാവും 1 ഗ്ലാസ് അളവിന്. അപ്പോൾ ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ബ്ലെൻഡ് ചെയ്തെടുക്കുന്ന സമയത്ത് നല്ലതുപോലെ കുറുകിയാണ് വരുന്നതെങ്കിൽ ഒരല്പം കൂടി വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നാൽ ശരി, നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. ഞാൻ ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഞാനിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ആ ഒരു നമ്മൾ ഒഴിച്ചു കൊടുത്ത ആ വെള്ളം തന്നെയാണ്. ഇനി നമുക്ക് നേരെ തന്നെ ഇതൊന്ന് ഗ്ലാസ്സിലേക്കൊന്ന് സെർവ് ചെയ്യാവുന്നതാണ്. ഇതൊന്ന് ഗ്ലാസ്സിലേക്കൊന്ന് സെർവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് നമ്മൾ നേരത്തെ കുതിർക്കാൻ വേണ്ടി വെച്ചിരുന്ന ചിയാ സീഡും കൂടി. അപ്പോൾ ഇതിലെ വെള്ളം ഒന്ന് അരിപ്പയിലൂടെ ഒന്ന് അരിച്ച് മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ് ആവശ്യമുള്ളത്. കൂടെ തന്നെ ഒരല്പം സീഡ്സും കൂടി ചേർക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ പംകിൻ സീഡ്സാണ് എടുത്തിട്ടുള്ളത്. പകരം നമ്മുടെ കയ്യിൽ സൺഫ്ലവർ സീഡ്സോ അല്ലാന്നുണ്ടെങ്കിൽ വാട്ടർമെലൺ സീഡ്സോ ഇതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത് 3 ഉണ്ടെങ്കിൽ മിക്സ് ചെയ്ത് നമുക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ സീഡ്സൊക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. ഇത് 2ഉം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് നല്ല സൂപ്പറായിട്ട് ഇതൊന്ന് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പകരമായിട്ട് ഇതുപോലെ 1 ഗ്ലാസ് ഓട്സ് സ്മൂത്തി മാത്രം മതിയാവും. ഒരാഴ്ച നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഈ ഓട്സ് സ്മൂത്തി മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വിസിബിൾ ആയിട്ടുള്ളൊരു വെയിറ്റ് ലോസ് നമ്മുടെ ശരീരത്തിലുണ്ടാകും കേട്ടോ. അപ്പോൾ നമുക്കിത് നല്ലൊരു റിസൾട്ട് കിട്ടാനായിട്ട് 1 മാസം വരെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. എത്ര രുചികരമായിട്ടും എളുപ്പത്തിലാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഉറപ്പായിട്ടും അടുത്ത പ്രാവശ്യം നിങ്ങൾ തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ friends. Tata.